ബിഗ് ബോസ് സീസൺ 6ന്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ ലാലേട്ടൻ വന്നിട്ട് ഋഷിനോട് ചോദിക്കുന്നുണ്ട്, ബോണസ് പോയിന്റ് കിട്ടിയത് ഋഷിക്കാണ്, അപ്പൊ എന്ത് തോന്നുന്നു ഋഷി എന്ന്. അപ്പൊ ഋഷി പറയുന്നുണ്ട്, ഫസ്റ്റ് കൺഫ്യൂസ്ഡ് ആയി എനിക്ക് തന്നപ്പോ. അതിനുശേഷം ലാലേട്ടൻ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആ ഒരു ബോണസ് പോയിന്റ് ഇങ്ങനെ വിട്ടുകൊടുക്കാൻ കാരണമെന്ന്. അപ്പൊ ജാസ്മിൻ പറയുന്നു, എനിക്കറിയാം അത് ലാസ്റ്റ് എന്നിലേക്ക് വരില്ല എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്. അത് ഇന്ന ആള് കൊണ്ടുപോകുന്നതിൽ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. അപ്പം അൻസിബനോട് ലാലേട്ടൻ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു. ഈ ജാസ്മിൻ പറഞ്ഞ ഈ ഒരു ആൻസറിനെ കുറിച്ചാണ്. അപ്പൊ അൻസിബ പറയുന്നു, ചില സമയത്ത് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നതും ഒരു വിജയമാണ്. അപ്പൊ ജാസ്മിൻ നല്ല ദേഷ്യത്തിൽ ഇന്ററപ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം അൻസിബ തിരിച്ച് നല്ല ദേഷ്യത്തിൽ തന്നെ പറയുന്നു, ഞാൻ പറയട്ടെ. അപ്പൊ ലാലേട്ടനും പറയുന്നു അൻസിബനോട് പറയാൻ. എന്നിട്ട് അൻസിബ പറയുന്നു, ആ വിജയം കിട്ടുകയാണെങ്കിൽ അത് വോട്ടുകളായിട്ട് വരുമെന്ന് ജാസ്മിൻ ചിന്തിച്ചിട്ടുണ്ടാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഋഷിയുടെ ഫാൻസിന്റെ സപ്പോർട്ടും കൂടി ജാസ്മിന് കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും ജാസ്മിൻ അത് വിട്ടുകൊടുത്തതെന്നാണ് അൻസിബ പറയുന്നത്. ജാസ്മിന്റെ ആ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റും എവിടെയും സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ നോക്കുന്ന ആ ഒരു പ്രകൃതം വെച്ച് നോക്കിയാൽ ഒരിക്കലും ഇത് നല്ലൊരു മനസ്സോട് കൂടിയിട്ട് വിട്ടുകൊടുത്തതാണെന്ന് പറയാൻ സാധിക്കില്ല. ഋഷി ഒഴിച്ച് അവിടെ ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും ജാസ്മിന് അത്ര താല്പര്യമില്ലാത്ത കണ്ടസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെയാണ് ഋഷിയുടെ ഊഴം വന്നപ്പോൾ ഋഷിക്ക് അത് വിട്ടുകൊടുത്തത്. ജാസ്മിന്റെ ഇത്തരത്തിലുള്ള പ്ലാൻസും ഇത്തരം കുടില ബുദ്ധിയൊക്കെ പൊളിച്ചു കൊടുക്കാനായിട്ട് ധൈര്യമുള്ള ഒരേ ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അവിടെ അൻസിബ മാത്രമാണ്. ജാസ്മിന്റെ മാത്രമല്ല, നോറയുടെ പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ ധൈര്യം കാണിച്ച ഒരാളാണ് അൻസിബ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജാസ്മിൻ ഒരു ഇന്റൻഷനും ഇല്ലാതെ വിട്ടുകൊടുത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്താം.